Hey Siri. Everything you want to know about Apple. Hi everyone, this is Abin Say from Evika. അങ്ങനെ നമ്മുടെ iOS 15.6ൻ്റെ ബേറ്റ 4 നമുക്കിപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 439 MB ഐഫോൺ 7 പ്ലസിൽ. അത് പല ഡിവൈസിലും പല സൈസായിരിക്കും. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ ഒന്നെങ്കിൽ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡിവൈസിൽ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നാളെ ഒരു ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ ഡിവൈസിൽ വന്നിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.6 ബീറ്റ 4 റിലീസ് ചെയ്യുന്നുണ്ട്, watchOS 8.7 ബീറ്റ 4 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 15.6 ബീറ്റ 4 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 12.5 ബീറ്റ 4 റിലീസ് ചെയ്യുന്നുണ്ട്. അവസാനമായി HomePodOS 15.6 ബീറ്റ 4ഉം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ iOS 15.6ൻ്റെ ബീറ്റ 4ൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവർ റിയൽ ടൈമായിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ്റെ ബിൽ നമ്പർ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ നിന്ന് നേരെ ജനറൽ എബൌട്ട് സെക്ഷൻ ടാപ്പ് ചെയ്ത് നമ്മുടെ സോഫ്റ്റ് വെർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 19G5056C എന്ന്. അതായത് നമുക്ക് അടുത്തൊരു അപ്ഡേഷനായിട്ടായിരിക്കും നമുക്ക് റിലീസ് കാൻഡിഡേറ്റ് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു അപ്ഡേഷൻ, അതായത് ബീറ്റ 3 റിലീസ് ആയി കഴിഞ്ഞിട്ട് ബീറ്റ 4 വരുമ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് അടുത്ത അപ്ഡേറ്റ്, അതായത് ബീറ്റ 4 നമുക്ക് റിലീസ് കാൻഡിഡേറ്റ് ആയിട്ട് വരും എന്നാണ് കരുതുന്നത്. പക്ഷേ നമുക്ക് കഴിഞ്ഞ അപ്ഡേഷൻ ബീറ്റ 3ൽ നമുക്ക് ഇവിടുത്തെ ആൽഫബറ്റ് D ആയിരുന്നു. അപ്പോൾ നമ്മൾ കരുതിയ പോലെ തന്നെ റിലീസ് കാൻഡിഡേറ്റ് വരുമെന്ന് കരുതി. പക്ഷേ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ആൽഫബറ്റ് C ആണ്. അപ്പോൾ മിനിമം നമുക്കിനി ഒരു അപ്ഡേഷനും കൂടെ കണക്ട് ആയിരിക്കണം നമുക്ക് ഒഫീഷ്യൽ പബ്ലിക് അപ്ഡേറ്റ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. പക്ഷെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ സൈസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് വലുതായിട്ട് ഈ ഒരു അപ്ഡേഷനിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷനൊന്നും ഈ ഒരു പെർട്ടിക്കുലർ ബീറ്റ 4ൽ വന്നിട്ടില്ല. പിന്നെ വന്ന ചെറിയൊരു ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിങ്സിൽ സഫാരിയിലാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ സഫാരി എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോവുക. സഫാരിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴത്തേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡാറ്റ എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ക്ലിയർ ഹിസ്റ്ററി ആൻഡ് ഡാറ്റ എന്ന്. അവിടെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് പുതിയൊരു ക്വസ്റ്റ്യനും കൂടെ ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ക്ലിയർ ടാബ്സ് കീപ് ടാബ്സ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സഫാരിയിൽ നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയും നമ്മുടെ ബ്രൗസിങ് ഡാറ്റയും ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ ടാബുകൾ, നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടാബുകളും നമുക്ക് ക്ലോസ് ആയി പോകുമായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. നമ്മുടെ ഹിസ്റ്ററിയും ബ്രൗസിങ് ഡാറ്റയും നമുക്ക് ഡിലീറ്റ് ചെയ്തുകൊണ്ട്, പക്ഷേ നമ്മുടെ യൂസ് ചെയ്ത ആ ടാബ് അവിടെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഹിസ്റ്ററിയും ബ്രൗസിങ് ഡാറ്റയുടെയും ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയൊരു അപ്ഡേറ്റ് മാത്രമാണ് നമുക്ക് ഈ ഒരു 15.6ൻ്റെ ബീറ്റ 4ൽ നമുക്ക് പറയാനായിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ iOS 15.6 എനിക്ക് വലുതായിട്ടൊരു ചേഞ്ച് ഒന്നുമില്ല. നേരത്തെ ഉണ്ടായ അതേപോലത്തെ ഒരു ചേഞ്ചാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്രെയിം റേറ്റ് ഒന്നും കുറഞ്ഞ പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, നോർമലായിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ടാബുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ലോഡ് ചെയ്യുന്നുണ്ട്. അതിനൊന്നും നമുക്ക് വലിയ ഡ്രാഗോ അതേപോലത്തെ ഒരു കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് ഇപ്പോൾ നമ്മുടെ സിംഗിൾ സ്കോറും മൾട്ടി സ്കോറും നോക്കുകയാണെങ്കിൽ നമ്മുടെ സിംഗിൾ കോർ വരുന്നത് 759ഉം മൾട്ടി കോർ വരുന്നത് 1405ഉമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് വലുതായിട്ടൊരു ചേഞ്ചോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് വലിയ ഡ്രാഗോ അതേപോലെ ഫ്രെയിം റേറ്റ് ഡ്രോപ്പും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ സ്വന്തം സ്റ്റോറേജ് ബഗിൻ്റെ കാര്യം. സ്റ്റോറേജ് ബഗ് നോക്കുക, നമ്മൾ സെറ്റിങ്സിൽ ഐഫോൺ സ്റ്റോറേജ് എടുക്കുകയാണെങ്കിൽ കുറേ കൂട്ടുകാർക്ക് ഇപ്പോഴും ഈ ഒരു സ്റ്റോറേജ് ബഗിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ iOS ഡാറ്റയും സിസ്റ്റം ഡാറ്റയും നമുക്ക് നോക്കാം. ഇപ്പോൾ iOS ഡാറ്റ 7.29 GB സിസ്റ്റം ഡാറ്റ 9.31 GB വന്നിരിക്കുന്നത്. ഇപ്പോൾ ചില കൂട്ടുകാർക്ക് ഇത് 0 KB ആയിട്ടൊക്കെ കാണിക്കും. പക്ഷേ നമ്മുടെ ഐഫോണിൻ്റെ ഡാറ്റ ഇവിടെ നോക്കുമ്പോൾ കൺസ്യൂം ചെയ്ത പോലെ
കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ബഗ്ഗാണ്. അതായത് നമ്മുടെ സ്റ്റോറേജിലുണ്ട ആ ഒരു ബഗ് ഇപ്പോഴും ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടില്ല. അടുത്ത നമ്മുടെ കാര്യമാണ് നമ്മുടെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം. ബാറ്ററി പെർഫോമൻസ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ ഒരു OS ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് 2-3 ദിവസം യൂസ് ചെയ്തതാണ്, അല്ലെങ്കിൽ 3-4 ദിവസം യൂസ് ചെയ്തതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആക്യുറസി നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ 16ൻ്റെ ബീറ്റ 2ൻ്റെ ഫോളോ അപ്പ് വീഡിയോ ഈ അടുത്ത് തന്നെ വരുന്നുണ്ട്. അതിൽ നമ്മുടെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ iOS 15.6ൻ്റെ ബീറ്റ 4 ഉപയോഗിച്ചിട്ട് ബാറ്ററി പെർഫോമൻസിൽ നിന്ന് ഡ്രാഗ് വന്നോ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വല്ല പ്രശ്നം വന്നോ അറിയണമെങ്കിൽ നമുക്ക് 2 ദിവസവും തറവിലി യൂസ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വന്ന എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എനിക്ക് 83 ആയിരുന്നു. ഇപ്പോൾ 1% ആയിട്ട് അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് വേണം മനസ്സിലാക്കാൻ. എൻ്റെ ചാർജിങ് പാറ്റേണും അതേപോലെ സ്ക്രീൻ ഓഫ് ടൈമും സ്ക്രീൻ ഓൺ ടൈമൊക്കെ കുറവാണ്. കാരണം എൻ്റെ സെക്കൻഡറി ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും മ്യൂസിക്കും ഓൺലൈൻ സ്ട്രീമിങ്ങും അതായത് കോണ്ടൻറ്റ് വാച്ച് ചെയ്യാനും കൂടെയാണ് ഞാൻ ഈ ഒരു ഡിവൈസ് കൂടുതൽ ഉപയോഗിക്കാറുള്ളൂ. അടുത്ത നമ്മുടെ കാര്യമാണ് നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂവിൻ്റെ കാര്യം. നമ്മുടെ iOS 15.6ൻ്റെ ബീറ്റ 4 ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഫോൺ കുത്തിയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററിയുടെ ഈ ഒരു മൊഡ്യൂളിൽ എനിക്ക് ചെറുതായിട്ട് ചൂട് ഫീൽ ചെയ്തു. അതിനുശേഷം ഞാൻ ഇത്രയും നേരം ഉപയോഗിച്ചിട്ടും എനിക്ക് ഒരു ചൂടും ഇവന്തോ ഒരു വാംത്ത് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻ്റെ ഡിവൈസ് കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഞാൻ നമ്മുടെ ബാക്കിയുള്ള ബീറ്റേഴ്സിൽ പറയുമായിരുന്നു ചെറിയൊരു വാംത്തെങ്കിലും ഇവിടെ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോഴും വലിയൊരു വാംത്ത് പോലും ഫീൽ ചെയ്യുന്നില്ല. അതൊരു നല്ലൊരു ചേഞ്ചാണ്. പക്ഷേ നമ്മുടെ ഓരോ ഡിവൈസ് ചൂടാവുന്നതും ഡിഫറെൻറ്റ് ആൾക്കാരുടെ യൂസ് അനുസരിച്ചാണ്. അത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ iOS 15.6ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും നമ്മുടെ iOS 16ൻ്റെ ബീറ്റ 3യും പബ്ലിക് ബീറ്റയും എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് റിലീസ് ചെയ്യുന്നത് നമ്മുടെ ചോദിച്ചാൽ നമുക്ക് മിക്കവാറും നമ്മുടെ iOS 15.6ൻ്റെ റിലീസ് കാൻഡിഡേറ്റ് അടുത്തൊരു വീക്കിൽ, അതായത് ഒന്നെങ്കിൽ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ റിലീസ് ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വരുന്ന നമുക്കൊരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ iOS 16ൻ്റെ പബ്ലിക് ബീറ്റ നമുക്ക് ജൂലൈ റിലീസ് ചെയ്യുമെന്നാണ് ആപ്പിൾ ഒഫീഷ്യലി അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ആപ്പിൾ ഒഫീഷ്യലി അപ്ഡേറ്റ് ചെയ്ത പോലെയാണെങ്കിൽ നമ്മുടെ iOS 16ൻ്റെ ബീറ്റ 3 നമുക്ക് ഈ ഒരു വീക്കിലായിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ബീറ്റ 3 iOS 16 ബീറ്റ 3യും പബ്ലിക് ബീറ്റ നമുക്ക് ഈ ഒരു ടൈം സ്കെഡ്യൂളിനാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടൈം സ്ലോട്ടിലായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്ലൈറ്റ്ലി ചേഞ്ച് വരാം, നമ്മുടെ iOS 15.6 റിലീസ് ചെയ്യാനുള്ള ചാൻസ്. ഇത് നമ്മുടെ സ്പെക്കുലേഷൻ മാത്രമാണ്. എത്രത്തോളം ശരിയാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ആപ്പിൾ വീക്ക് ടു വീക്കാണ് ഇപ്പോൾ അപ്ഡേഷൻ തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീക്കിൽ തന്നെയായിരിക്കണം നമ്മുടെ iOS 15.6ഉം കാണാനുള്ള ചാൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 15.6ൻ്റെ ബീറ്റ 4ൻ്റെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അവർക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്കും ഈ ഒരു ബീറ്റയിൽ പുതിയ അപ്ഡേഷൻസ് അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കാൻ എനിക്കത് ഭയങ്കര താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ ആപ്പിൾ കോണ്ടൻറ്റും നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എപ്പോഴും ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. കാരണം ആപ്പിൾ റിലേറ്റഡ് ആ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവർ റിയൽ ടൈമായിട്ട് ചോദിക്കാം. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം എന്നോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുന്നതാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. Go follow me in Instagram. And thank you so much for watching this whole video. This is Yabin Xavier signing from Evika.